റിതി രഞ്ജിത്തിനും 33-കാരി ശ്രീജ രാജപ്പനും അഫ്സലിനുമായി ചേർത്തല നഗരം വീണ്ടും കണ്ണിച്ചേരുന്നു. ഗുരുതര രോഗങ്ങൾ ബാധിച്ച് ചികിത്സയ്ക്ക് വഴിയില്ലാത്ത ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ചേർത്തല നഗരസഭ രംഗത്ത് വരുന്നത്. 25 കൗൺസിലർമാരുടെ തീരുമാനവും അതോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള ഒട്ടനവധി ജനങ്ങളുടെയും സഹായത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങുക എന്നുള്ള ഒരു നിർദ്ദേശം കൗൺസിലിൽ തന്നെ വരികയും ആ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മാസം 17-ാം തീയതി രാവിലെ 7 മണി മുതൽ ഒരു 11-12 മണിക്കുള്ളിൽ നമ്മുടെ ഓരോ വാർഡുകളിൽ നിന്നും സാമ്പത്തിക സഹായം സ്വരൂപിക്കാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ഇതിനിടയിൽ വരുന്നതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റൊരു കിഡ്നി മാറ്റിവെക്കുന്നതിന് നമ്മൾക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും 10-നും 15-നും ഇടയ്ക്കുള്ള സാമ്പത്തിക വരുന്നത്. പക്ഷേ 33-ാം വാർഡിൽ 4 വയസ്സായിട്ടുള്ള കുട്ടിക്ക് മജ്ജ മാറ്റിവെക്കുന്നതിന് ഏകദേശം 35 ലക്ഷം രൂപയ്ക്ക് മേൽ വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പത്തെ കളക്ഷൻ പോലെ നമുക്ക് പറ്റത്തില്ല. ഒരു വീട്ടിൽ നിന്ന് നമ്മൾ 1000 രൂപയെങ്കിലും കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ 3 പേരുടെയും ജീവൻ സംരക്ഷിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള നാട്ടുകാരെ നല്ലതുപോലെ സഹകരിക്കും എന്നുള്ള വിശ്വാസം ചേർത്തല നഗരസഭയിലെ ഞങ്ങൾക്ക് 35 കൗൺസിലർമാർക്കുമുണ്ട്. 35 കൗൺസിലർമാരും രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവർ തന്നെ കഴിയുന്നതും നോട്ടീസുകൾ കൊടുത്തുകൊണ്ട്, കാരണം ഒരു വാർഡിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ നമ്മുടെ വാർഡ് കൗൺസിലർമാരാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഈ ജീവൻ 3 പേരുടെയും ജീവൻ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പോവുകയാണ്. ആ വിശ്വാസം നാട്ടുകാരായിട്ടുള്ള എല്ലാവരും ഞങ്ങളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നും കൂടി ഈ ഒരു അവസരത്തിൽ പറയും. മാർച്ച് 17-ന് നഗരസഭാ ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ 35 വാർഡുകളിലും ജനകീയ ധനസമാഹരണം നടത്തും. നഗരസഭ 33-ാം വാർഡ് രഞ്ജിതയുടെയും 4 വയസ്സുകാരിയായ മകൾ റിതി രഞ്ജിത്ത, 1-ാം വാർഡ് അറയ്ക്കൽവെളി 33 വയസ്സുള്ള ശ്രീജ രാജപ്പൻ, 2-ാം വാർഡ് അറയ്ക്കൽ അഫ്സൽ എന്നിവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നഗരസഭ ധനസമാഹരണം നടത്തുന്നത്. 3 പേരുടെയും ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി 1 കോടിയുടെ ചിലവാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയകുമാർ, ജനറൽ കൺവീനർ NK പ്രകാശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റിതി രഞ്ജിത്തിനും ശ്രീജ രാജപ്പനും മജ്ജ മാറ്റിവെക്കലും അഫ്സലിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമാണ് വേണ്ടത്. നിർധന കുടുംബത്തിലെ അംഗങ്ങളായതിനാൽ ചികിത്സയ്ക്കും ശസ്ത്രക്രിയകൾക്കും മാർഗമില്ലാത്തതിനാൽ 3 പേരുടെയും ശസ്ത്രക്രിയയ്ക്കും 3 മാസത്തെ തുടർ ചികിത്സയ്ക്കും വേണ്ടിയാണ് ധനസമാഹരണം നടത്തുന്നത്. 17-ന് രാവിലെ 7 മുതൽ 12 വരെ നഗരസഭാ പരിധിയിലെ എല്ലാ വീടുകളിലും സമിതി അംഗങ്ങൾ, വാർഡ് കൗൺസിലർമാരുടെയും സന്നദ്ധ സേനാ പ്രവർത്തകർ, രാഷ്ട്രീയ കക്ഷികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സമാഹരണം നടത്തും. ഓരോ വാർഡിലും 50 വീടുകളുടെ സ്ക്വാഡുകൾ രൂപീകരിച്ച് 175 സ്ക്വാഡുകളാണ് ധനസമാഹരണത്തിനായിട്ട് ഇറങ്ങുന്നത്. നഗരസഭാ ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ മുൻപ് 9 പേരുടെ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കുമായി 1.2 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യാശ എന്ന സംഘടനയുടെ പിന്തുണയോടുകൂടിയാണ് ജീവൻ രക്ഷാ സമിതിയുടെ പ്രവർത്തനം നടക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജീവൻ രക്ഷാ സമിതി ഒട്ടനവധി പാവപ്പെട്ട രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സഹായകമായിട്ടുണ്ട് എന്നതിൽ നമുക്കൊക്കെ സന്തോഷവും അഭിമാനവുമുണ്ട്. അതിലെ നമ്മളോട് എന്നും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ചേർത്തല നഗരസഭാ അതിർത്തികളിലുള്ള മുഴുവൻ ആളുകളെയും കാര്യമായിട്ട് സാമ്പത്തികമായ സഹായം ചെയ്തുകൊണ്ട് ഈ പരിപാടിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് നമ്മുടെ 35 വാർഡുകളിലുമുള്ളത്. അതുകൂടാതെ മറ്റ് അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകൾ ചേർത്തല മുനിസിപ്പാലിറ്റിക്ക് പുറത്തുള്ളവരും സാമ്പത്തികമായിട്ട് ഇതിനോട് സഹകരിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചെയർപേഴ്സൺ സൂചിപ്പിച്ചു, നമ്മളിങ്ങനെ 2ാമത് കഴിഞ്ഞ് 3ാമത്തെ സംവിധാനത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ 3 രോഗികളാണ് ഇപ്പോൾ അത്യാവശ്യവുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. പല പ്രാവശ്യവും അതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി കൂടി വിശദമായ പഠനങ്ങളും ചർച്ചകളും നടത്തി അങ്ങനെ വന്നപ്പോൾ ഏതാണ്ട് നല്ല ഒരു തുക 1 കോടി രൂപയ്ക്കടുത്ത് ചെലവ് വരാൻ പറ്റിയ രീതിയിലുള്ള രോഗികളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്.